നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ശുഭവും അശുഭകരവുമായ കാര്യങ്ങളുണ്ട്, അത്തരം ഫലങ്ങളുണ്ട്. എന്നാൽ രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് 2024 വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളുണ്ട്, അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്, അതേപോലെ തന്നെ കോട്ടങ്ങളും സംഭവിക്കാം, രഹസ്യങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളും. കൂടാതെ നിങ്ങളെ ആരെല്ലാം സ്നേഹിക്കുന്നോ ആരെല്ലാം വഞ്ചിക്കുവാൻ സാധ്യത കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. രേവതി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രേവതി നക്ഷത്രക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഗുണകരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നത് പ്രധാനപ്പെട്ടതായ നേട്ടം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട നേട്ടമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. തടസ്സങ്ങൾ അകന്ന് ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. വിഷു മുതൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രശംസ, അംഗീകാരം എന്നിവ നിങ്ങൾക്ക് തേടിയെത്താം. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അതേപോലെ അഭിനന്ദനങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ചില കാര്യങ്ങൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്, പ്രത്യേകിച്ചും വിഷു മുതൽ എന്ന കാര്യം ഓർക്കുക. കൂടാതെ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതൊരു രഹസ്യമായി തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം കർമ്മമേഖലയിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഉയർച്ച. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതും രഹസ്യമായി സൂക്ഷിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയുന്നതിലൂടെ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ശത്രുദോഷം പോലും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. വിദേശവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വിദേശത്തേക്ക് പോകുവാനും വിദേശത്ത് ജോലി സമ്പാദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. പഠനം പൂർത്തീകരിക്കുവാനും ഉയർന്ന ജോലി നേടുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ ശത്രുദോഷം തന്നെയാണ്. അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്പം തടസ്സം ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ തടസ്സങ്ങൾ വരികയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഉടനെ ദർശനം നടത്തണം എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. അത് പരിഹാരമായി കണ്ടു തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ധാര വഴിപാടും അതേപോലെ തന്നെ പിൻവിളക്കം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഇത്തരത്തിൽ ഭഗവാനെ ദർശിക്കുന്നത് അതീവ ശുഭകരമാണ്. ഈ വഴിപാടും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ രോഗം വന്ന് ചേരുവാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. രോഗം എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ശിവക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ നിങ്ങൾക്ക് വീട് വിട്ട് നിൽക്കേണ്ടതായ അവസ്ഥ സംജാതമാകാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കണം. കാരണം ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വീട് വിട്ട് നിൽക്കേണ്ടതായി വരും. അത്തരം പരിതസ്ഥിതി വന്നു ചേരുകയാണ് എങ്കിൽ അതുമായി പൊരുത്തപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾ ചില നക്ഷത്രക്കാരെ വളരെയധികം കൂടെ നിർത്തുന്നതും അതോടൊപ്പം അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും ശുഭകരമാണ്. എന്നാൽ ചില നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അതീവ ദോഷകരവുമാണ്. ഏതെല്ലാം നക്ഷത്രക്കാരെ നിങ്ങൾ ഒപ്പം നിർത്തണം, അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരും എന്ന് ആദ്യം മനസ്സിലാക്കാം. രേവതി നക്ഷത്രക്കാരായ നിങ്ങൾ ഏവരും കന്നി രാശിക്കാരെ കൂടെ നിർത്തുക. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അത്തം, ഉത്രം, ചിത്തിര എന്നീ നക്ഷത്രക്കാർ. പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നി രാശിയിലുള്ളവരെ ഒപ്പം നിർത്തുക. അത്തം നക്ഷത്രക്കാരായ വ്യക്തികളെ നിങ്ങൾ ഒപ്പം നിർത്തുകയാണ് എങ്കിൽ അവർ നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. അവരുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് അത്തം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കൊണ്ടുവരുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായോ സുഹൃത്തുക്കളായോ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇവരുടെ ഉപദേശത്താൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഇവർ നൽകുന്ന ഉപദേശങ്ങളാൽ ഇവർ സുഹൃത്തുക്കളായുണ്ട് എങ്കിൽ ഇവരുടെ ഉപദേശത്താൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരായുണ്ട് എങ്കിൽ അവരുടെ ഉപദേശത്താൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അതിനാൽ അത്തം നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുക. ഇവരുമായി വഴക്കിട്ട് പിരിയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെയും ഒപ്പം നിർത്തുന്നത് അതീവ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. അവരോടൊപ്പം പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ അവരിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഇവർ നിങ്ങളുടെ സ്ഥാപനങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും. സുഹൃത്തുക്കളാണ് എങ്കിൽ ഇവർ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യം തീർച്ചയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരാം, അല്ലെങ്കിൽ ഇവരുടെ ഉപദേശം ഉയർച്ച നേടിത്തരാം. കൂടാതെ സഹപ്രവർത്തകരാണ് എങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാരെ കൈവിടരുത് എന്ന കാര്യം ഓർക്കുക.
മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. കാരണം ഇവർ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരാണ്, സഹപ്രവർത്തകരാണ് എങ്കിൽ ഇവരുടെ സഹായത്താൽ കൂടി അല്ലെങ്കിൽ ഉപദേശത്താൽ കൂടി തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ, ധനവരവ് വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കാരണമായി തീരാം. സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഇവരുടെ ഉപദേശത്താൽ ഇവരോടൊപ്പം ചെയ്യുന്ന മറ്റ് പ്രവർത്തനങ്ങളാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ രേവതി നക്ഷത്രക്കാർ ഈ 3 നക്ഷത്രക്കാരെ ഒരുമിച്ച് നിർത്തുന്നത് ഏറ്റവും വിശേഷമാണ്. എന്നാൽ ഒപ്പം നിർത്തേണ്ടവരെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില നക്ഷത്രക്കാരുമുണ്ട്. ഇവരെ നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമായി തീരും. അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെ ബാധിക്കാവുന്നതാണ്. അതിനാൽ ഇവരോടൊപ്പം നിൽക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരാണ് എങ്കിലും ഇവർ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരോ ആണ് എങ്കിൽ പോലും, സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും ശ്രദ്ധിക്കുക. അവർ പോലും അറിയാതെ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാം. അതേപോലെ തന്നെയാണ് പൂരം നക്ഷത്രക്കാരും. പൂരം നക്ഷത്രക്കാരും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷം കൊണ്ടുവരുവാൻ കാരണമാകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ മകവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷം കൊണ്ടുവരുവാൻ സാധ്യതയുള്ള നക്ഷത്രം തന്നെയാണ്. വിശാഖം അത് തുലാം രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാരും തുലാം രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാരും ചിങ്ങം രാശിയിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാരും നിങ്ങൾക്ക് ദോഷമായി മാറുവാൻ സാധ്യത കൂടുതലാണ്. പലവിധ പ്രശ്നങ്ങൾ ഇവർ മൂലം ഉണ്ടാകാം. നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ ദോഷമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ എന്തെങ്കിലും രീതിയിൽ ബിസിനസ് ആരംഭിക്കുകയാണ് എങ്കിൽ ജാതകം കൂടി നോക്കിയതിന് ശേഷം ബിസിനസ് ആരംഭിക്കേണ്ടതാകുന്നു. പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത്. കൂടാതെ ഇവർ പറയുന്ന ഉപദേശങ്ങളാൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. ഇവർ മൂലം ചെയ്യുന്ന പ്രവൃത്തികളാലും നിങ്ങൾക്ക് അബദ്ധം പിണയുവാനും ധനനഷ്ടത്തിനും കാരണമായി തീരാം. ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ നക്ഷത്രക്കാർ മനഃപൂർവ്വം തന്നെ ചെയ്യണം എന്നില്ല. അബദ്ധത്തിലും ഇത്തരം ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. ജീവിതത്തിൽ ഏത് ദുരിതപൂർണമായ അവസ്ഥ വന്നു ചേരുകയാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കാതിരിക്കുക. പരമശിവനെ നിത്യവും നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. പ്രതികൂലമായതുപോലും അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.